അതെ എസ്കേൻ, തീർച്ചയായും 200 പേർക്കായിരുന്നു ഓഫർ പറഞ്ഞിരുന്നത് എങ്കിൽ 2000 പേർ തന്നെ ഇന്ന് രാവിലെ 9 മണിയോട് കൂടി തന്നെ ഇവിടെ എത്തി എന്നുള്ളതാണ്. ആദ്യം വരുന്ന 100 പേർക്ക്, അതായത് ₹1 നോട്ടുമായി ആദ്യം വരുന്ന 100 പേർക്ക് ഷൂവും പിന്നീട് വരുന്ന 100 പേർക്ക് വാച്ചുമാണ് ഓഫർ നൽകിയിരുന്നത്. ഈ കാണുന്ന ട്രെൻഡ് ഫാക്ടറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഈ ഓഫർ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇൻസ്റ്റഗ്രാം പേജുകളിലെല്ലാം ഇവരുടെ ഈ ഒരു ഓഫർ സംബന്ധിച്ചുള്ള പരസ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് കോഴിക്കോട് നിന്നും അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നും മലബാറിന്റെ മറ്റ് മേഖലകൾ വയനാട്, കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നത്. ഇവർ അർദ്ധരാത്രിയോട് കൂടി തന്നെ പലരും ഇവിടെ എത്തിയിരുന്നു. ഇന്ന് 5:30 വന്നൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ നിന്നും അത് വ്യക്തമാണ്. അതിൽ കാണിക്കുന്നത് 5:30 തന്നെ ഈ റോഡ് നിറഞ്ഞുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലീസിനെ ഈ ഒരു കടക്കാർ അറിയിച്ചിരുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇത്രമാത്രം ആളുകൾ എസ്കേൻ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, ഇങ്ങനൊരു ഓഫർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തിങ്ങിക്കൂടും. അത്തരമൊരു സാഹചര്യത്തിൽ ഗതാഗതം സ്തംഭിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും യാതൊരു നിയന്ത്രണ നടപടിയും ഇവിടെ ഈ ഷോപ്പ് ഉടമകൾ നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയ ഒത്തിരി പേർ ഇപ്പോഴും പോലീസ് ഇവരെ മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആളുകൾ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. കാരണം ഇവർ പറയുന്നത് ഇനി ആർക്കെങ്കിലും കൊടുക്കുമോ എന്നുള്ളതെല്ലാമാണ് ഇവിടെ നിന്നും ഇവർ ചോദിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ എത്തിയ നിരവധി പേർ, നോമ്പുകാലമാണ്, നോമ്പ് തുറന്ന ശേഷം വന്നതാണ് തങ്ങൾ എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. അങ്ങനെ പല ഭാഗത്തു നിന്നും രാവിലെ 5 മണി 6 മണിയോട് കൂടുതൽ നിരവധി പേർ എത്തിയിരുന്നു. ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് തങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് ഇപ്പോൾ 10 മണിക്ക് ശേഷമാണ് ഈ ഒരു ഷൂ നൽകുമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ 5 മണി 6 മണിയോട് കൂടി തന്നെ ഈ ഷൂ കൊടുക്കാൻ തുടങ്ങി എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. കാരണം നേരത്തെ നിശ്ചയിച്ചവർക്ക് കൊടുത്തു എന്നുള്ള കാര്യം കൂടെ എന്തായാലും ഈ വന്നവരെല്ലാം പറയുന്നുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ കടക്കാം. എപ്പോ എത്തിയതേ? എപ്പോ വന്നു? നമ്മള് രാവിലെ ഒരു 8-9 മണിയാകുമ്പോ ഇവിടെ വന്നിരുന്നു. നോക്കുമ്പോ ഇവിടെ ഉത്സവത്തിന് അങ്ങനെ തിരക്കിയും. പിന്നെ എന്താ വെച്ചാല് ഇങ്ങനെ ഒരു സീനായോണ്ട് ചെക്കന്മാരിങ്ങനെ അടിയും വിളിച്ച പോലീസുകാരിങ്ങനെ അടിച്ചുകൊണ്ട് പിന്നെ ലാസ്റ്റ് നേരത്തെ ഒരു 5-5:30 ഒരു ടോക്കൺ എടുത്ത് പറഞ്ഞു. നല്ല തിരക്കായിരുന്നു അല്ലേ? നല്ല തിരക്കായിരുന്നു. നോട്ട് കൊണ്ടുവരാറുണ്ട് നമ്മളെ വിളിച്ചെടുത്തിട്ടില്ല. നമ്മൾ 6 മണിയാകുമ്പോൾ മലപ്പുറത്ത് നിന്ന് വന്ന ആൾക്കാരാ. ഇതുവരെ ഇതാകണം. ഇതുവരെ ഓല് പറഞ്ഞ 5 മണിക്ക് ടോക്കൺ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ടോക്കൺ കൊടുത്തത് നമ്മൾ കണ്ടിട്ടില്ല. ഇവരെ എന്താ പറയണ ഇപ്പൊ വെച്ചാൽ കട അടച്ചു. ഇത് ഇങ്ങനത്തെ ഒരു ഓഫറിനെ പറ്റി എന്താണ് അവരുടെ അഭിപ്രായം എന്ന് നമ്മളോട് പറയണില്ല. നല്ല തിരക്കായിരുന്നു. തീർച്ചയായും